26/2/2025 ബുധനാഴ്ച നിങ്ങളുടെ നക്ഷത്രഫലം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ള ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലമല്ല, ഒരു പൊതുഫലമാണ്. അപ്പോൾ പൊതുവെ കാര്യങ്ങൾ അനുകൂലമാണോ പ്രതികൂലമാണോ ഈ ദിവസം എന്നറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ജാതകമൊക്കെ വളരെ അനുകൂലമാണെങ്കിൽ ഇതിൽ ദോഷം പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലാവസ്ഥ ഉണ്ടാവും. അതേപോലെ ജാതകം പ്രതികൂലമാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഗുണമാണ് പറയുന്നതെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷമായിരിക്കുകയും ചെയ്യും. എങ്കിലും ഒരു പൊതുവെ ഒരു കാര്യങ്ങളെ അറിയാനായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇത് ചാരഫലമാണ്, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അതുകൊണ്ട് എങ്കിലും ഒരു ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒരു സൂചനയായിട്ട് ഉപയോഗിക്കാം. നോക്കുക, 26/2/2025 ബുധനാഴ്ച. മേടം മകരം രാശിക്കാർക്ക് ശുഭകരവും, ഇടവം കർക്കിടകം ചിങ്ങം കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, വൃശ്ചികം ധനു രാശിക്കാർക്ക് ദോഷവും, മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. നമുക്ക് വീഡിയോ വിശദമായിട്ട് നോക്കാം. മേടക്കൂറുകാരുടെ 26/2/2025 ബുധനാഴ്ച മേടക്കൂറുകാരുടെ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം പൊതുവെ ഗുണകരമാണ്. ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ്, മേന്മയുള്ള ദിവസമാണ്. പൊതുവെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കൊക്കെ മേടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ മേടരാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ മേടൻ രാശിക്കാർക്ക് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊന്നും വലിയ കാര്യമായി ബാധിക്കുന്ന ഒരു ദിവസമായിരിക്കില്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ദൈവാധീനമൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് ഞാൻ 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ മേഖല എന്ന ഭാഗം കാണുക. തൊഴിൽ പൊതുവെ വലിയ ദോഷമൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയും. ആത്മവിശ്വാസമെല്ലാം ഉണ്ടാകും. അലസതയൊക്കെ മാറ്റിവെച്ച് ഭംഗിയായി കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു അടക്കും ചിട്ടയോടു കൂടി പൂർത്തീകരിക്കുന്നതിനായിട്ട് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയും. ഇനി 26/2/2025 ബുധനാഴ്ച ഇടവം രാശിക്കാർക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് മനസ്സ് ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലൊക്കെ ആയിരിക്കും. എങ്കിലും ശാരീരിക ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. എന്നാൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഇടവം രാശിക്കാർക്ക് ഈ ദിവസം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. കുടുംബജീവിതത്തിൽ കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും മക്കളിൽ നിന്ന് കുറച്ച് അനുകൂലമല്ലാത്ത അവസ്ഥകളുണ്ടാകും. ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനായിട്ട് കഴിയും. സംശയത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം കഴിയും. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും. മക്കൾ അത്ര അനുകൂലമൊന്നുമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നും അല്ലെങ്കിൽ തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത ഒരവസ്ഥയുണ്ടാകും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങളും ഇടവം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. മിഥുനം 26/2/2025 ബുധനാഴ്ച മിഥുന കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്.
ഗ്രഹങ്ങളൊന്നും തന്നെ കാര്യമായി അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമല്ല ചാരാവല പ്രകാരം. അതുകൊണ്ട് അടുത്ത വീട്ടുകളിലൊക്കെ പോയിരുന്ന് വർത്തമാനം പറയുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും പോയിരുന്ന് വർത്തമാനം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിഥുനം രാശിക്കാർ ഈ ദിവസം ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും. കാരണം ഈ ദിവസം ഒട്ടും അനുകൂലമല്ല. ആത്മവിശ്വാസം വളരെ കുറയുന്ന ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും സംശയത്തോടെ വീക്ഷിക്കുന്നത് കൊണ്ട് അലസതയും ഒക്കെ കാരണം എല്ലാ വർക്കുകളും പിന്നത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ മാറ്റിവെക്കാതെ അത് ചെയ്തു തീർക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഈ ദിവസം. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുദോഷം മൂലം നന്നായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും മിഥുനക്കൂറുകാർ. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമായ അനുഭവം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ അത്ര അനുകൂലമൊന്നുമല്ല. അതുകൊണ്ട് അവരും ശ്രദ്ധിക്കണം. ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾക്കെല്ലാം പ്രയാസം ഉണ്ടാവും. കുടുംബത്തിലാണെങ്കിലും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങളും മറ്റുള്ളവർ ശത്രുത പോലെ പെരുമാറുന്നതുമൊക്കെ മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് 26/2/2025 ബുധനാഴ്ച ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും. മനസ്സ് അനുകൂലമായിരിക്കും, ബുദ്ധിയും അനുകൂലമായിരിക്കും. എങ്കിലും ശരീരം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും വേണ്ടതുപോലെ തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. തൊഴിൽ രംഗത്തൊക്കെ മറ്റുള്ളവരുമായ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കർക്കിടകം രാശിക്കാർക്കുണ്ട്. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. തൊഴിലിനെ സംബന്ധിച്ച കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞാൻ 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ മേഖല എന്ന വീഡിയോ കാണുക. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്കിലും ദൈവാധീനമുള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം 26/2/2025 ബുധനാഴ്ച ചിങ്ങം രാശിക്കാർക്ക്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നത് കൊണ്ട് പല പ്രശ്നങ്ങൾ അവരുടെ സഹായത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്നാൽ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളും ചെറുതായിട്ട് ഇവർ അനുഭവിക്കപ്പെടും. ജീവിത പങ്കാളിൽ നിന്ന് മേന്മയുള്ള ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ചിങ്ങൻ രാശിക്കാർക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുകയും അലസത മൂലം പലതും മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും വാക്കുകളും അത്ര അനുകൂലമായി വരികയില്ല. ബന്ധുക്കളിൽ നിന്ന് ചില മനോപ്രയാസകരമായ വാക്കുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ തിരിച്ച് പ്രതികരിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിങ്ങം രാശിക്കാർക്ക് വാക്കുകൾ അനുകൂലമല്ലാത്ത സ്ഥാനത്താണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് പല ദോഷങ്ങളും ചിലപ്പോൾ ഈ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ദൈവാധീനവും കുറവാണ്. മക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായിരിക്കും. ധനപരമായ കാര്യങ്ങൾ പ്രയാസകരമായിരിക്കും. അതേപോലെ തൊഴിൽ രംഗത്താണെങ്കിലും മറ്റുള്ളവരുടെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരൊന്നും അനുകൂലമായിരിക്കില്ല. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിങ്ങക്കൂറുകാർ ഈ തൊഴിൽ മേഖലയിലോ വീട്ടിലേക്കോ വന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി കൂറുകാർക്ക് 26/2/2025 എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. കന്യക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും നേരായ വഴിക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും. എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്നതുകൊണ്ടും ചിന്തകൾ അനുകൂലമല്ലാത്തതുകൊണ്ടും മനസ്സിന് ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും.
അപ്പോൾ മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അതിനെ മാറ്റി നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും. തൊഴിലാളികളും തൊഴിൽ രംഗത്തുള്ളവരും പൊതുവെ അനുകൂലമായിരിക്കും. ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുകയും എല്ലാ കാര്യങ്ങളും അടക്കും ചിട്ടയോടും കൂടിയൊക്കെ ചെയ്ത് തീർക്കുന്നതിനായിട്ടൊക്കെ കന്നിക്കൂറുകാർക്ക് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയും അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യപരം ആയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എങ്കിലും വലിയ ദോഷമൊന്നും ആരോഗ്യകാര്യത്തിൽ ഉണ്ടാകുകയില്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കന്നിക്കൂറുകാർ അവർ പരമാവധി ഈ ദിവസം അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ചില അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുലാം, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരുടെ 26/2/2025 ബുധനാഴ്ചത്തെ ഫലം നോക്കാം. തുലാം രാശിക്കാർക്ക് ബുധനാഴ്ച ഒട്ടും അനുകൂലമായ ദിവസമൊന്നുമല്ല. പൊതുവെ തുലാം രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്കും കൂടെ ചാരഫലപ്രകാരം അത്ര അനുകൂലമല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ജാതകം അനുകൂലമാണെങ്കിൽ വലിയ ദോഷങ്ങളൊക്കെ ഒഴിവാകുന്നേ ഉള്ളൂ. എങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും. ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ടാണ് നിങ്ങളുടെ കർമ്മമേഖലകളിലൊക്കെ ഇറങ്ങാവൂ. എല്ലാവരും നിങ്ങൾക്കൊരു ശത്രുക്കളെ പോലെ പെരുമാറും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം കൊണ്ടുള്ള പ്രയാസങ്ങൾ ശരിക്കും അനുഭവിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും അനുകൂലമായിരിക്കില്ല. അതേപോലെ ദൈവാധീനമില്ലാത്തതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിലും പ്രയാസം അനുഭവപ്പെടും. മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകും. ജീവിത പങ്കാളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥയായിരിക്കും. വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ സഹകരണമില്ലായ്മ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. അതേപോലെ അലസത ഉണ്ടാകും. ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മനസ്സ് ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. എങ്കിലും അങ്ങനെയൊക്കെ തോന്നാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമയം കൊണ്ട്, തുലാം രാശിക്കാരുടെ സമയം കൊണ്ട് തന്നെയാണ്, സമയദോഷം കൊണ്ടാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് വെറുപ്പൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. സമയം കുറച്ച് അനുകൂലമാകുമ്പോൾ ഈ വെറുപ്പുകളൊക്കെ തന്നെ മാറുകയും ചെയ്യും. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. 26/2/2025 ബുധനാഴ്ച വൃശ്ചികം രാശിക്കാർക്ക്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. എങ്കിലും മനസ്സും ബുദ്ധിയും തെളിഞ്ഞു നിൽക്കും എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും അതിനകത്ത് മാറ്റിയെടുക്കാൻ കഴിയും. ദൈവാധീനവും ഉള്ള ഒരു ദിവസമാണ്. എങ്കിൽ ദോഷം കൂടുതൽ അനുഭവിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നതിനായിട്ട് വൃശ്ചികക്കാർക്ക് സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ദിവസമൊന്നും അല്ല. എങ്കിൽ പോലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ ഒരു സഹകരണം ഉണ്ടാകും. ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് അത് പിന്നത്തേക്ക് മാറ്റിവെക്കാൻ തോന്നും. അങ്ങനെ ചെയ്യാതിരിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞാൻ 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന വീഡിയോ കാണുക. തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികക്കാരും ലഹരി ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലൊന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. 26/2/2025 ബുധനാഴ്ച ധനുരാശിക്കാരുടെ ഫലം. ധനുരാശിക്കാർക്ക് ദോഷമുള്ള ദിവസം തന്നെയാണ്. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയാത്തൊരു ദിവസമായതുകൊണ്ട് പലപ്പോഴും ചിന്തകൾ കാട് കയറുന്നത് മൂലമുള്ള ധനനഷ്ടവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മാതൃസ്ഥാനീയരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടാകും.
തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകരും തൊഴിലാളികളെ പോലുള്ളവരൊക്കെ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. അതേപോലെ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം നന്നായി ബാധിക്കുന്ന ഒരു ദിവസമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ദൈവാധീനത്തോടും കുറവുള്ളൊരു ദിവസമാണ്. അതുപോലെ അവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ധനുക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. ഭാര്യയുടെയും ജീവിത പങ്കാളിയുടെയും അതേപോലെ തന്നെ മക്കളുടെയും ഒക്കെ ഒരു അനുകൂല സമീപനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുജനങ്ങൾ പൊതുവെ അനുകൂലമാണ്. സുഹൃത്തുക്കളും അനുകൂലമാകും. വാക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാനും ഈ ദിവസം കഴിയും. വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറയുകയുള്ളൂ. സ്ഥലവേദനയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അതേപോലെ ഒരാത്മവിശ്വാസക്കുറവ് മകരം രാശിക്കാർക്കും എല്ലായിടത്തും അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ മകരം രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖല മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. ഇനി കുംഭം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് 26/2/2025 ബുധനാഴ്ച. ഒട്ടും അനുകൂലമല്ല. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുമെന്നൊഴികെ കുംഭൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. ദൈവാധീനം ഒട്ടുമില്ല. ഈ ദൈവാധീനം ഒട്ടുമില്ലാത്തത് കൊണ്ട് മനസ്സിലിണങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ, രക്ഷകർത്താക്കളൊക്കെ ശ്രദ്ധിക്കണം. അവരുടെ സുഹൃത്തുക്കൾ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണത്. അതേപോലെ ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ, സ്വയം പ്രയോഗിക്കുന്ന വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ദൈവാധീനമില്ലാത്തതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമല്ല. കുടുംബത്തിലും ഒരു ചെറിയ സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് എല്ലാവരും ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു ദിവസമാണ്. സഹപ്രവർത്തകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ പ്രയാസം ഉണ്ടാക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. ശത്രുദോഷം ശരിക്കും അനുഭവിക്കപ്പെടും. ഈ കുംഭം രാശിക്കാരും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലിടത്ത് ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വീട്ടിലും അത് പരമാവധി കുറച്ച് ഉപയോഗിച്ച് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. മീനം. പൂരുരുട്ടാതി അവസാന കാൽ ഭാഗം, ഉത്രട്ടാതി രേവതി. 26/2/2025 ബുധനാഴ്ച മീനക്കൂറുകാരുടെ ഫലം. മീനക്കൂറുകാർക്കും ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണ്. എന്നാലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ആരോഗ്യകാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എങ്കിലും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുവാനായിട്ട് കഴിയും. ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് നാമജപമൊക്കെ നടത്തി ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകും. ലഹരി ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ആരോഗ്യ കാര്യങ്ങളും അത്ര അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് മീനം രാശിക്കാർക്ക്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം മീനം രാശിക്കാർ ഇനി കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ. ഈ ഒട്ടും അനുകൂലമല്ല ദിവസമാണ് ബുധനാഴ്ച മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇത് ഒരു പൊതുഫലമാണ് എന്ന് മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കാൻ. ഇത് ആരുടെയും ജാതകഫലമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ് അങ്ങനെ തന്നെ അനുഭവിച്ചോളണം നിർബന്ധമൊന്നുമില്ല. ജാതകഫലമാണെങ്കിൽ സമയമൊക്കെ കറക്റ്റ് ആണെങ്കിൽ അതങ്ങനെ തന്നെ അനുഭവിക്കാൻ കഴിയും. കാരണം ജന്മാന്തരകൃതമായിട്ട് അനുഭവിക്കുന്ന പൂർവ്വ പുണ്യങ്ങളുടെ സുഹൃത ദുഷ്കൃതങ്ങളാണ് ജാതകത്തിൽ സൂചന നൽകുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ അനുഭവിക്കാനുള്ള യോഗമുള്ളത് തന്നെയാണ്. ഇത് ചാരഫലമാണ്. നമ്മളുടെ ഈ
ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതിനുള്ളൊരു സൂചനയായിട്ട് ഈ ഞാൻ പറയുന്ന നക്ഷത്ര ഫലത്തെ നിങ്ങൾ കാണുക. എല്ലാവർക്കും നമസ്തേ.